അപ്പൊ പറ മോനെ, എവിടുന്ന് ഇതിന്റെ സോഴ്സ്? സാറേ എനിക്കറിയില്ല സാർ, ഞാൻ അവിടെ സോറി സോറി. എടാ മോനെ, ഇത്തരം നാടകങ്ങൾ നമ്മൾ ഒത്തിരി കണ്ടിട്ടുണ്ട്. നീ സത്യം പറഞ്ഞു, വെറുതെ ഞങ്ങളുടെ സമയങ്ങളായിരുന്നു. നിന്റെ കൂട്ടാളി ഒന്നും പറയുന്നില്ല. എടോ സർ, ഈ ഫോണൊന്ന് ചെക്ക് ചെയ്തേ. സാറേ എനിക്കൊന്നും അറിയില്ല. മിണ്ടാരടാ സാറേ, ലാസ്റ്റ് കോൾ ഇവന്റ് തന്നെ പോയിരിക്കുന്നത്, അതുറപ്പാ. അപ്പൊ ഒരു കാര്യം ചെയ്യും, ഇവന്മാർ രണ്ടുപേരെ ഈ തൊണ്ടിയുടെ മുന്നിൽ നിർത്തി ഒരു ഫോട്ടോ എടുത്തു. ഓക്കെ സാർ, നാളെ നമുക്ക് പത്രത്തിൽ കൊടുക്കാം. ശരി സാർ. സാർ ഇവന്റെ ഫോൺ കുറച്ചു നേരമായിട്ട് അടിച്ചോണ്ടിരിക്കുന്നുണ്ട്. സാർ ഞാൻ സത്യമായിട്ട് ഒന്നും ചെയ്തിട്ടില്ല. ഞാൻ താഴെ മൂന്നാർ പോലീസ് സ്റ്റേഷനിൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് സ്റ്റേഷനിൽ എത്തണം, വൈകിക്കരുത്. ഞാൻ വരാം സാർ. ദേവു, ദേവു. സുമി. സാർ സുനിലിനെ. സുനിൽ ഇവിടെ എവിടെയോ. സാർ സുനിലിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. പോലീസോ? സുമി, ഒരു ടെൻഷൻ അടിക്കണ്ട, ഇവിടുത്തെ കാര്യങ്ങൾ ഞാൻ നോക്കണം. സാറേ, സുനിലേ. ആരാ? അച്ഛനാണോ? അച്ഛനോ? അറിയനാ? എന്താടോ? എന്താന്ന് നിങ്ങളല്ലേ സാറേ പറയേണ്ടത്. ഈ സുനില് നിങ്ങളുടെ ആരാ? സാർ സുനിൽ എന്റെ അനിയനാണ് സാറേ. അല്ല, നിങ്ങൾ എന്തടിസ്ഥാനത്തിലാ ഈ പാവം പിടിച്ച ചെറുക്കനെ ഇവിടെ അറസ്റ്റ് ചെയ്തുകൊണ്ടുവന്നിരിക്കുന്നത്? നമ്മളൊക്കെ വളരെ ഡീസൻ്റായ ഫാമിലി, അതറിയോ? അതിന് താനാരാ? ഞാനോ? ഞാൻ കോട്ടയം റൂറൽ ബാങ്കിന്റെ മാനേജറാണ്. സുമി അവിടുത്തെ സ്റ്റാഫാണ്. ഞങ്ങൾ ബാങ്കിൽ നിന്ന് ഒരു ടൂർ വന്നതാ. അല്ല, നിങ്ങൾ ഈ വാദിയെ പ്രതിയാക്കുന്ന പഴയ ഇടപാടുണ്ടല്ലോ, അത് ഞങ്ങൾക്ക് വേണ്ട കേട്ടോ. ഞങ്ങൾ ഒരുപാട് പോലീസ് സ്റ്റേഷനിൽ കയറി ഇറങ്ങിയതാ. ഈ ചക്കര തനിക്കറിയോ? അറിയാവുന്നോ? ഞങ്ങൾ യൂത്ത് അല്ലേ, ഞങ്ങൾ തമ്മിൽ ഭയങ്കര സിങ്കാ. ഇവൻ ചെയ്ത കുറ്റം എന്താണെന്ന് എനിക്കറിയോ? എന്താ? കഞ്ചാവ് കടത്തല്. ഇന്ന് ഫുൾ ടൈം ഇവൻ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു, അറിയോ? പിന്നെ ഇത്തിരി കഞ്ചാവല്ലേ സാറേ, കടത്തിയെങ്കിൽ കടത്തി എന്നൊക്കെ പറയും. നിങ്ങളല്ലേ ഫോൺ ചെയ്തത്? ആ ഐഡി ഒന്ന് തരൂ. കൊള്ളാം. എടോ, കോട്ടയത്തുള്ള സുമിക്ക് എങ്ങനെയാണ് എറണാകുളത്ത് തന്നെ വന്നത്? അത് കസിനായിരിക്കും അല്ലേ സുമി? അല്ല സർ, ഇത് എന്റെ ഭർത്താവാ. അടിപൊളി, ഇപ്പൊ ഭർത്താവായോ? സുമി, തമാശ പറയാതെ. സത്യമായിട്ട് ഇതെന്റെ ഭർത്താവാ സർ. ഇന്ന് രാവിലെ ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞതേ ഉള്ളൂ. ആദ്യ അനിയൻ, പിന്നെ കസിൻ, ഇപ്പൊ ഭർത്താവ്. ആകെ കൂടി ഒരു ഉടായ്പ മണക്കുന്നുണ്ടല്ലോ. അല്ല പെങ്ങളെ, നിനക്ക് 21 വയസ്സുകാരനെ കിട്ടിയോളോ കെട്ടാൻ? ഇതൊക്കെയല്ലേ സാർ ഇപ്പോഴത്തെ ഒരു ഫാഷൻ. ഇങ്ങനെ കുറെ ഇറങ്ങിക്കോളും പെണ്ണിന്റെ വില കളയാനായിട്ട്. സാറേ ഇങ്ങോട്ട് പറ. സാറേ, എനിക്ക് ഇവനുമായിട്ട് ഒരു ബന്ധവുമില്ല. ഇവൻ ഇതും ചെയ്യും, ഇവന്റെ അപ്പുറം ചെയ്യുന്നവനാ. വണ്ടി ഇരിക്കുമ്പോഴേ അവന്റെ മുഖത്തൊരു കള്ളത്തിനുണ്ടായിരുന്നു സാറേ. നീ അങ്ങനെ അല്ലല്ലോടാ ആദ്യം പറഞ്ഞത്. ഓടാ, ആ മൂലയ്ക്ക് പോയി നിൽക്കടാ. ഒന്ന് മാറുമോനെ. ഡോ, തനിക്ക് ഇപ്പോഴും ഒന്നും പറയാനില്ലേ? ആകാശേ സർ, ആ FIR തയ്യാറായി. ഓക്കെ സർ. സർ പ്ലീസ് സർ, ഞാൻ പറഞ്ഞത് സത്യമോ? ഞാൻ പറഞ്ഞിട്ട് സുനിൽ വന്നത്. ഞാൻ സാറിന്റെ കാല് പിടിക്കാം പ്ലീസ് സർ. നിന്റെ നാടകമൊന്നും ഇവിടെ നടക്കില്ല. സർ, എന്നെ കാണാൻ സുനിൽ വന്നത്. സാറിന് വേണേ ഞങ്ങളുടെ മെസ്സേജ് പരിശോധിച്ച് നോക്കാം. സർ പ്ലീസ് സർ. ഇങ്ങോട്ട് മാറിക്കടി. സാറേ, ഈ പയ്യന് ഇതുമായി യാതൊരു ബന്ധവുമില്ല. ഇത് ചെയ്ത ആള് മുങ്ങി. സാറിന് ഇതിന്റെ ഫുൾ ഡീറ്റെയിൽസ് ഞാൻ തരാം. ആ പാവം സ്ത്രീയെ ബുദ്ധിമുട്ടിക്കല്ലേ സാറേ. മനുഷ്യനെ ബുദ്ധിമുട്ടിക്കാൻ ഓരോന്ന് ഇറങ്ങിയിരിക്കുക. നാറി, ഇവൾ ഇത്ര നേരം ഇവിടെ കെഞ്ചിട്ടും നിനക്കൊന്നും പറയാലടാ. നിന്റെ ഭാര്യ അല്ലടാ അവള്. മതി നിന്റെ ഡയലോഗ്. നടക്കടാ, എടാ നടക്കടാ. സാർ ഇനി കേസൊന്നും ഫയൽ ചെയ്യില്ലല്ലോ? കേസൊന്നും ആക്കുന്നില്ല. തൽക്കാലം ഡീറ്റെയിൽസ് കൊടുത്തിട്ട് പോയിക്കോ. പിന്നെ എപ്പോ വിളിച്ചാലും വരേണ്ടി വരും. എടോ മാനേജരെ, താനിങ് വന്നേ. താനേ എത്ര പ്രാവശ്യം പോലീസ് സ്റ്റേഷൻ കയറി ഇറങ്ങിയിട്ടുണ്ടെന്നാ പറഞ്ഞ? ഞാനിത് ഈ പ്രാവശ്യം മാത്രമേ ഉള്ളൂ സാർ. പിന്നൊരു ഗുമ്മിന്. തന്റെ ഗുമ്മിന്റെ അസുഖം എനിക്ക് മനസ്സിലായി. തനിക്ക് കിട്ടേണ്ടത് സ്ട്രോങ് ആയിട്ട് കിട്ടിയിട്ടുണ്ടല്ലോ. ഇനി മേലാൽ വിട്ടോ. ഒരു നിരാശാ കാമുകൻ.